ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെവരെയും വളരെ വിനീതമായി സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 25 ഫെബ്രുവരി 2026, ഈ മാസത്തെ 25-ാമത്തെ ദിവസം, ഈ വർഷത്തെ 56-ാമത്തെ ദിവസം, വലിയ നോയമ്പിലെ 10-ാമത്തെ ദിവസം. ഇന്ന് ചിന്താവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പ്രശ്നങ്ങളും പ്രതികരണങ്ങളും. അതിനായി ഇന്നെടുത്തിരിക്കുന്നത് 55-ാം സങ്കീർത്തനം 22-ാം വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയിങ്കൽ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടാത്തവരായി ആരും തന്നെ ഉണ്ടാകുകയില്ല. അവ വ്യത്യസ്തങ്ങളായിരിക്കുമെന്ന് മാത്രം. സാമ്പത്തിക ബാധ്യത കൊണ്ട് ഞെരുങ്ങുന്നവർ, മക്കളെക്കുറിച്ചുള്ള ആകുലതയിൽ കഴിയുന്നവർ, മാറാത്ത രോഗങ്ങളാൽ വലയുന്നവർ, പ്രിയപ്പെട്ടവരുടെ ദുശീലങ്ങളും ദുഷ്പരിചയങ്ങളും നിമിത്തം വീർമുട്ടുന്നവർ, ഇങ്ങനെ ഒരു വലിയ പട്ടിക തന്നെ നീണ്ടുപോകുന്നതായിട്ട് നമുക്ക് നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നമ്മളോട് ഇടപെടുന്നവരെയും അല്ലാത്തവരെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതൊക്കെയും വലിയ ഒരു പട്ടിക തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. പലരും അവരുടെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുകയില്ല, ഉള്ളിൽ ഒതുക്കി നീറി അങ്ങ് നടക്കുന്നവരാണ്. എങ്കിലും അവരുടെ മുഖത്ത് അവരുടെ ആ മനസ്സിൻ്റെ വിഷമം പ്രകടമാകും എന്നതിന് രണ്ട് അഭിപ്രായമുണ്ടാകുകയില്ല. മറ്റാർക്കും ഏറ്റെടുക്കാൻ പാടില്ലാത്ത വിധം സ്വയമേ അവർ ഭാരങ്ങൾ പേറി നടക്കുന്നു. പൗലോസ്ലീഹ പറയുന്നത് പോലെ ഓരോരുത്തരും താൻ്റെ ഭാരം ചുമക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഗലാത്യർ 6:5 പറയുന്നത്. ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയുടെ ആത്മകഥയാണ് 55-ാം സങ്കീർത്തനം. അദ്ദേഹം പറയുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഈ സങ്കീർത്തനം ദാവീദിൻ്റെതാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതെഴുതുന്നത്? സ്വന്തം മകനായ അബ്ശാലോം ദാവീദിനെതിരായി സൈന്യസന്നാഹങ്ങൾ ഒരുക്കി ഭീഷണി മുടക്കിയ സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ സങ്കീർത്തനം എഴുതുന്നത്. ദാവീദിന്റെ വിശ്വസ്തരായ അനുയായികളും സേവകരും മറുവശത്ത് ചേർന്ന് അദ്ദേഹത്തെ കൂടുതൽ നിരാശനും അസ്വസ്ഥനുമാക്കി. കൂർമാറ്റവും കുതികാൽ വെട്ടലും രാഷ്ട്രീയത്തിൽ അന്നുമുള്ളതാണെന്ന് സംഭവങ്ങൾ വെളിവാക്കുന്നു. ദാവീദിന്റെ ശക്തമായ മാനസിക വ്യാപാരം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണാം. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നു കളയുമായിരുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൽ എടുത്തു പറയുന്നത്. ദാവീദ് യാഥാർത്ഥ്യബോധത്തോടെ ചുറ്റും നോക്കുമ്പോൾ കണ്ടതെന്താണ്? സ്വന്തം മകൻ്റെ വെല്ലുവിളിയും വിപ്ലവ ആഹ്വാനവും. സ്നേഹിതരും മിത്രങ്ങളും ഒറ്റിക്കൊടുക്കുന്നത്, നഗരത്തിൽ മുഴുവനും ഭീതിയും ഭീഷണിയും അരാജകത്വവും നടമാടുന്നത്, ഇവയെല്ലാം നേരിടുമ്പോൾ ആരും തളർന്നു പോകും. എന്തായിരുന്നു ദാവീദിന്റെ പ്രതികരണം? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മിലും ഉളവാകാവുന്നതാണ്. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒളിച്ചോടുവാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രശ്നങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ അഥവാ ഒളിക്കുവാനോ ഉള്ള അഭിവാഞ്ച ആയിരുന്നു ആദ്യം ദാവീദിന്റെ മനസ്സിൽ വന്നത്. അതിൽ ഇപ്രകാരം പറയുന്നു, ദാവീദിന്റെ ഒന്നാമത്തെ പ്രതികരണം എന്ന് പറയുന്നത്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചുരുളുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറയുന്നു. അത് ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു എന്ന് എടുത്തു പറയുന്നു. മനുഷ്യവാസത്തിൽ നിന്നൊഴിഞ്ഞ് ശൂന്യതയിലും വിനയത്തിലും കഴിയുവാനുള്ള ഈ ആഗ്രഹം ദാവീദിന്റെ മാത്രം പ്രതികരണമല്ല. നമ്മൾ ഓരോരുത്തരും വിഷമസ്ഥിതിയിലും പ്രയാസത്തിലും കഴിയുന്ന അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനത്തെ ചിന്തകൾ വരുവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത്,
പ്രതികാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മാർഗം സ്വീകരിക്കാനാണ്. തനിക്ക് ഉപദ്രവം വരുത്തുന്നവർ നശിച്ചു പോകട്ടെ എന്നാണ് ദാവീദ് ആഗ്രഹിക്കുന്നത്. കർത്താവെ, സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന്. ചമ്പൽ താഴ്വരയിലെ പല കൊള്ളക്കാരും കൊള്ളിവയ്പിന്റെയും കൊലപാതകത്തിന്റെയുമായ ക്രൂരതയുടെ മാർഗത്തിലേക്ക് തിരിഞ്ഞത് അവർക്ക് ഉപദ്രവം വരുത്തിവെച്ചവരോടുള്ള പ്രതികാര ചിന്ത മൂലമാണ് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കൊള്ളക്കാരിയായിരുന്ന ഫൂലൻ ദേവിയുടെ കഥ തന്നെ അതിനൊരു ഉദാഹരണമായി നമുക്ക് കാണാം. പ്രതികാരം ഒരിക്കലും നന്മ കൈവരുത്തുകയില്ല, വിദ്വേഷത്തെ ഉളവാക്കുക മാത്രം ചെയ്യും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. അവിടുന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് ആദ്യമായി നടത്തിയ പ്രാർത്ഥനയിൽ ഈ ഉപദേശം അദ്ദേഹം പ്രാവർത്തികമാക്കിയെന്ന് നമുക്ക് അറിയാം. മൂന്നാമത്തെ പ്രതികരണം എന്ന് പറയുന്നത് ദൈവത്തിൽ സമർപ്പിക്കുക എന്ന മാർഗമാണ്. മുൻപ് കണ്ട രണ്ട് മാർഗങ്ങളും ശരിയല്ലെന്നും ദാവീദിന് ബോധ്യമായി. ബാലിശ്യങ്ങളും ദൈവഹിതത്തിനും നിരക്കാത്തതുമായ മാർഗങ്ങളെ പിന്തുടരുവാൻ ദാവീദിനെ ദൈവം അനുവദിക്കാതെ ഉത്കൃഷ്ടമായ ചിന്തയിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. ഏവർക്കും പിന്തുടരുവാൻ അനുയോജ്യമായ മാർഗം അതാണ്. പ്രശ്നങ്ങളോടുള്ള ശരിയായ പ്രതികരണവും അതായിത്തീരണം. ഞാനോ യഹോവയെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. പ്രാർത്ഥനയിൽ നാം നമ്മുടെ നിസാരതയും നിസ്സഹായതയും സമ്മതിക്കുകയാണ്. വിനയത്തോടും വിശ്വാസത്തോടും നാം ദൈവത്തിലേക്ക് തിരിയുന്ന നിമിഷങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന. ദാവീദ് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെക്കുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്ന് പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ സംഗതമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. വലിയ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകത്തിൽ നിന്ന് നമുക്ക് ഒരു പാഠം മനസ്സിലാക്കാം. രാവിലെ അത് ഉടമസ്ഥന്റെ മുമ്പിൽ മുട്ടുകുത്തി കിടക്കുന്നു, അപ്പോൾ ഭാരങ്ങൾ ഇതിന്റെ മേൽ വയ്ക്കുന്നു. ഉച്ചയ്ക്ക് അത് വീണ്ടും മുട്ടുകുത്തി കിടക്കുമ്പോൾ ഉടമസ്ഥൻ ഭാരങ്ങൾ ഇറക്കി വിശ്രമിക്കാൻ അതിനെ വിടുന്നു. വീണ്ടും ഭാരങ്ങൾ വഹിക്കുന്നതിനെ അത് ഉടമസ്ഥന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. നമുക്കും നമ്മുടെ ഉടയവനും പരിപാലകനുമായ കർത്താവിന്റെ മുമ്പിൽ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും മുട്ടുകുത്തി പ്രാർത്ഥനയ്ക്ക് ഉണ്ടാക്കാം. ഭാരങ്ങൾ വഹിക്കുവാനും പ്രശ്നങ്ങൾ നേരിടുവാനും നാം അപ്പോൾ പ്രാപ്തരായിത്തീരും. ഈ വലിയ നോമ്പ് അതിന് ഒരു കാരണമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരും എല്ലാറ്റിനും സ്തോത്രം പറയുന്നവരും നോമ്പ് നോക്കുന്നവരും ആയിരിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നോമ്പിന് രണ്ട് ചെറുകളുണ്ട്. ഒന്ന് ഉപവാസം, രണ്ട് പ്രാർത്ഥന. പ്രാർത്ഥന ഇടപെടാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് ഉപവാസമാണ്. ഉപവാസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്നത് ഭക്ഷണം വെടിയുക എന്നുള്ളതാണ്. അതല്ല, ഭക്ഷണം വെടിയുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ സംസാരം, അതായത് നമ്മളുടെ ഗോസിപ്പുകൾ, നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾക്ക് അരിശം വരാതിരിക്കത്തക്കവണ്ണം നമ്മളുടെ സാഹചര്യം നമ്മൾ ശരിയാക്കണം. അതായത് കോപിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പരദൂഷണം പറയാതിരിക്കുക, ഇതൊക്കെയാണ് നോമ്പിലെ ഉപവാസത്തിൽ വരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ അബ്യൂസ് ചെയ്യാതിരിക്കുക. അബ്യൂസ് ഇൻ ദി സെൻസ് നമ്മൾ മറ്റുള്ളവരെ പള്ളു പറയാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഉപവാസം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇറച്ചിയോ മീനോ മുട്ടയോ ഒരു പക്ഷെങ്കിൽ ഡോക്ടർ അനുവദിക്കുകയില്ല വിടാനായിട്ട്. കാരണം അവർക്ക് അങ്ങനെയുള്ള രോഗങ്ങളുണ്ടാവും, അവർക്കൊക്കെ അത് കഴിച്ചേ മതിയാവൂ. എന്നാൽ ഉപവാസം എന്ന് പറയുന്ന ആ രണ്ടാമത്തെ ഭാഗം അവരുടെ സംസാരത്തിൽ, അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ ചിന്തയിലൊക്കെയും വരുത്തുവാൻ സാധിക്കും. അതിനായിട്ട് ഈ നോമ്പ് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നന്ദി, നമസ്കാരം.